സർവതോ ഭദ്രം. സാമൂഹ്യ സേവന രംഗത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന അവണങ്ങാട്ട് കളരിയിലെ അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ, അഡ്വക്കേറ്റ് ഋഷികേശ്, അഡ്വക്കേറ്റ് രാഹുൽ എന്നിവർ നേതൃത്വം നൽകുന്ന സർവതോ ഭദ്രം എന്ന മഹാപ്രസ്ഥാനം 2020 ജനുവരി 12, 13, 14 തീയതികളിൽ ഋഷഭയാഗം എന്ന പേരിൽ കാർഷികോത്സവത്തോടെയാണ് ആരംഭം കുറിച്ചത്. തരിശായി കിടന്ന സ്ഥലങ്ങളിൽ ജൈവ കൃഷി ചെയ്താണ് സർവതോ ഭദ്രം ഓർഗാനിക്സിന്റെ തുടക്കം. മലയാളം 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 ഹരിത ഭംഗിയാ മലയാളം ഹൃദയകാന്തിയാ മലയാളം 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 സഹ്യനിരകളാൽ മലയാളം കസവു ചാർത്തുമീ മലയാളം. 3000-ൽ പരം കുടുംബങ്ങൾക്ക് പച്ചക്കറി വിത്തും തൈകളും ജൈവവളങ്ങളും നൽകിയാണ് കർമ്മ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അതുകൊണ്ട് തന്നെ കോവിഡ് മഹാമാരി സമയത്ത് എല്ലാ വീടുകളിലും അടുക്കളത്തോട്ടം യാഥാർത്ഥ്യമായി. വീശുമീ വയലിൽ കിളികൾ കൂട്ടമായി തുടിയുണർത്തുമീ മണ്ണിൻ മലയാളം. ലോക്ക്ഡൗൺ സമയത്ത് പോലും സമീപത്തെ വീടുകളിൽ പച്ചക്കറി ദൗർലഭ്യമുണ്ടായില്ല. കോവിഡ് സമയത്ത് 10 ഏക്കർ തരിശുഭൂമി പാട്ടത്തിനെടുത്ത് പച്ചക്കറി കൃഷി നടത്തിയതിലൂടെ 150-ലധികം ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭ്യമായി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഋഷികേശ്, പ്രസിഡന്റ് സർവതോ ഭദ്രം ഓർഗാനിക്സ്. 2019 മുതൽ ഞങ്ങൾ ജൈവ കാർഷിക രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നു. കൂട്ടായ സംരംഭത്തിൻ്റെ ഫലമായി പച്ചക്കറികളും നെല്ലും സ്വയം ഉപയോഗത്തിനും മറ്റുള്ളവർക്ക് ഉപയോഗിക്കുന്നതിനും വേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. പരിപൂർണമായി ജൈവമായ രീതിയിലാണ് നമ്മളിപ്പോൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഒരു 130 തരം വിത്തുകൾ നമ്മൾ വട്ടനിലത്തിൽ പരീക്ഷിക്കുകയും അതിൽ 127 തരം വിത്തുകൾ നമ്മൾക്ക് മുളച്ച് അതിപ്പോൾ കതിരിട്ട് നിൽക്കുന്ന സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതും പരിപൂർണമായിട്ട് ജൈവ രീതിയിൽ തന്നെയാണ് നമ്മളിപ്പോൾ സംരക്ഷിച്ചു വരുന്നത്. അത് എല്ലാവർക്കും വന്ന് കാണുവാനും നമ്മളത് കൊയ്ത്തിന് ശേഷം മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് മറ്റുള്ളവരും കൂടി അത് ഉപയോഗിച്ച് ഇത്രയും കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള വിത്തുകൾ മറ്റുള്ളവരും കൂട്ടായ്മയോടുകൂടി സംരക്ഷിച്ച് അതിനെ ഡെവലപ്പ് ചെയ്ത് അതുണ്ടാക്കണമെന്നാണ് നമ്മുടെ ഇതുകൊണ്ടുള്ള ഉദ്ദേശം. 14 വർഷമായി തരിശായി കിടന്ന 42 ഏക്കർ പെരിങ്ങോട്ടുകര പാടം പാട്ടത്തിനെടുത്ത് ജൈവകൃഷി ചെയ്ത് 900 മേനി വിളവെടുത്ത് അതിലൂടെ 200-ൽ പരം സമീപവാസികൾക്ക് തൊഴിൽ നൽകി സർവതോ ഭദ്രം നാടിന് മാതൃകയായി. ഒരു 127 നെല്ലിനങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ആ 130 എണ്ണം മുളപ്പിക്കാൻ ശ്രമിച്ചു. അതിൽ 3 എണ്ണം മുളച്ചില്ല. ബാക്കി 127 ചെയ്തിട്ടുണ്ട്. മിനിമം 3 മീറ്റർ നീളം 3 മീറ്റർ വീതിയുള്ള പ്ലോട്ടുകളായിട്ടാണ് ചെയ്തത്. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും കൊണ്ടുവന്ന നെല്ലുകളുണ്ട്. അതിൽ പ്രധാനമായിട്ട് നമ്മളിതിൽ നോക്കിയത്
നല്ല ഔഷധ ഗുണമുള്ള നെല്ലുകൾ, സുഗന്ധ നെല്ലിനങ്ങൾ, അതോടൊപ്പം വിവിധ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ നെല്ലുകൾ, മലര്, അവില്, അതുപോലെ പായസം, കഞ്ഞി, അങ്ങനെ വിവിധ ഭക്ഷണ ആവശ്യങ്ങൾക്ക് വേണ്ട നെല്ലിനങ്ങളാണ് ചെയ്തിരിക്കുന്നത്. സർവതോപദ്രവത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് വിത്തു സംരക്ഷണം. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും സംഭരിച്ച 127 പരം വിത്തുകൾ ഇതിൽ ഉൾപ്പെടുന്നു. ഹായ്, ഞാൻ പാർവതി. ഞാനിപ്പോൾ നിൽക്കുന്നത് ആവണിങ്ങാട്ടിൽ കളരിയിലാണ്. അവിടുത്തെ ബയോഡൈവേഴ്സിറ്റി പ്ലോട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ 127 പരം വൈഡ് വെറൈറ്റീസ് ഓഫ് നെല്ലുണ്ട്. അത് എന്നുവെച്ചാൽ നമ്മുടെ ക്ലൈമറ്റ് കണ്ടീഷനോട് അത് ഇണങ്ങിച്ചേർന്ന് അതിപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. അതിങ്ങനെ എന്താ പറയുക, വിളവെടുപ്പിന് തയ്യാറായി നിൽക്കുന്ന നെൽക്കതിരുകളൊക്കെ. സോ ഐ എം വെരി ഹാപ്പി ടു സീ ദിസ്. ആൻഡ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ 127 ഡിഫറെൻറ്റ് വെറൈറ്റീസിനെ കണ്ടെത്താനും അതിനെ പിക്ക് ചെയ്ത് അതിനെ വളർത്തി അതിനെ വിളവെടുപ്പിലേക്ക് എത്തിച്ച് വിളവെടുപ്പിന് ശേഷം അതിലെ വെറൈറ്റീസിനെ എടുത്ത് പ്രിസർവ് ചെയ്തും മാത്രമല്ല അതിലൊരു എന്താ പറയുക അതിലൊരു വിഹിതം തന്നെ നമ്മൾ എന്ത് ചെയ്യും, ആൾക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തും അങ്ങനെ ഈ ഒരു ഐഡിയോളജി അല്ലെങ്കിൽ ഈ ഒരു ഐഡിയ ഇങ്ങനെ എന്താ പറയുക സ്പ്രെഡ് ചെയ്യാനൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഇതിനുവേണ്ടി പരിശ്രമിച്ച കുറേ ആൾക്കാർക്ക് സാധിച്ചിട്ടുണ്ട്. അവരതിൽ വിജയിച്ചിട്ടുണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. ഇതുപോലെ ഒരു 130 തരം വിത്തിനെ ഇവിടെ കണ്ട് നെല്ല് കതിരിട്ട് കാണുമ്പോൾ തന്നെ സുഖം, ഒരു ഭംഗിയുണ്ട്. ദ മെയിൻ തിങ് ഈസ് പല സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവർ കൊണ്ടുവന്ന് അതിൽ 3 വെറൈറ്റീസാണ് നശിച്ചു പോയത്. ബാക്കി 127 വെറൈറ്റീസും ഇവർക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ആക്ച്വലി അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. തരിശായി കിടന്ന സ്ഥലങ്ങളിൽ ജൈവ കൃഷി ചെയ്താണ് സർവതോഭദ്രം ഓർഗാനിക്സിന്റെ തുടക്കം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒരു പാരമ്പര്യമായിട്ട് ചെയ്യുന്നതല്ല. പിന്നെ എന്താ പറയുക, ഇതിന് നെല്ലിന് പച്ചറായി കഴിഞ്ഞാൽ ചുവപ്പ് നിറയായിരിക്കും. 3000 പരം കുടുംബങ്ങൾക്ക് പച്ചക്കറി വിത്തും തൈകളും ജൈവവളങ്ങളും നൽകിയാണ് കർമ്മ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അതിൽ ഔഷധ ഗുണങ്ങളുള്ളതും നല്ല സുഗന്ധമുള്ളതും അതുകൂടാതെ കണ്ട് പല പല ഭക്ഷണ പദാർത്ഥങ്ങൾ, പായസം, അതുപോലെ കുറുക്ക് ഉണ്ടാക്കി കഴിക്കുന്നതിന് ഇപ്രകാരം കഞ്ഞിക്ക് അതിന് ഓരോന്നിനും പറ്റിയതായിട്ടുള്ള പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ചു വന്നിരുന്ന വിത്തുകൾ നമ്മളിതിൽ ചെയ്തു വന്നിട്ടുണ്ട്. അതുകൂടാണ്ട് ഇതിൽ നിന്നുണ്ടാക്കുന്ന പ്രൊഡക്ട്സും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ഇനി മുന്നോട്ട് ആലോചിച്ചു വരുന്നത്. നമ്മുടെ നാട്ടിൽ അപൂർവമായ ഇനം വിത്തുകൾ കൃഷി ചെയ്ത് അതിൻ്റെ 1-ാം ഘട്ടം വിജയകരമായി പൂർത്തിയായിരിക്കുകയാണ്. അഡ്വക്കേറ്റ് ഋഷികേശിൻ്റെ നേതൃത്വത്തിൽ ലെനീഷ് കിലേരി, ഡോക്ടർ KR ശ്രീനി എന്നിവരാണ് പ്രൊജക്റ്റിന് തുടക്കം കുറിച്ചത്. ഇത് കൊത്തമ്പാരി കഴമ എന്നുള്ളൊരു ഏരിയ. ഈ നെല്ല് കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും പാരമ്പര്യമായിട്ട് ചെയ്യുന്നതാണ്. ഈ കണ്ണൂർ കാസർഗോഡ് ഭാഗത്ത് മല്ലിക്ക് കൊത്തമ്പാരി എന്നാണ് പറയുക. ഇത് വിളഞ്ഞു കഴിഞ്ഞാൽ മല്ലിയുടെ കളറും മല്ലിയുടെ ഷേപ്പും ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇതിനെ കൊത്തമ്പാരി കഴമ എന്ന് പറയുന്നത്. വെളുത്ത അരിയാണ്, നല്ല രുചിയുള്ള ചോറും പായസമൊക്കെ വെക്കാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് കൊത്തമ്പാരി കഴമ.
ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവന്ന നെല്ലിനങ്ങളിൽ ഔഷധ ഗുണമുള്ളതും സുഗന്ധമുള്ളതുമായ ഇനങ്ങളുണ്ട്. 127 തരം വിത്തിനങ്ങളിൽ 3 തരം വിത്തിനങ്ങൾ വിദേശങ്ങളിൽ നിന്നും സംഭരിച്ചവയാണ്. 127 തരം നെൽവിത്തുകളാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പരമ്പരാഗതമായ നെൽവിത്തനങ്ങൾ സംരക്ഷിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി 13 ഹെക്ടർ തരിശു നിലത്ത് ജൈവ പച്ചക്കറികളും 25 ഹെക്ടർ തണ്ണീർത്തടത്തിൽ നെൽകൃഷിയും ചെയ്തതിനാണ് സർവതോഭദ്രം ഓർഗാനിക്സിന് അമൃതം സുസ്ഥിര കാർഷിക അവാർഡ് ലഭിച്ചത്. 2020 സർവതോഭദ്രം ഓർഗാനിക്സ് തുടങ്ങിയിട്ടുള്ളത്. ഏകദേശം കോവിഡിൻ്റെ സമയത്താണ് നമ്മുടെ പദ്ധതി തുടങ്ങിയിരിക്കുന്നത്. ആ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് തന്നെ ഏകദേശം ഒരു 200-ൽ പരം ആൾക്കാരുകൾക്ക് നമുക്ക് തൊഴിൽ നൽകാനായിട്ട് സാധിച്ചു. സർവതോഭദ്രം ഓർഗാനിക്സ് ഉള്ളതുകൊണ്ട് തന്നെ ഈ സമീപവാസികൾക്ക് എല്ലാവർക്കും ഒരു തൊഴിലാണ് ഉണ്ടായിരുന്നത്. കർഷക കൂട്ടായ്മകളിലൂടെ ജനങ്ങളുടെ ഭക്ഷ്യ പോഷകാഹാര സുരക്ഷയും ജീവിത നിലവാരവും ഉയർത്തുക എന്ന ലക്ഷ്യം വെച്ച് ചെയ്ത പദ്ധതിക്ക് കർഷക ബന്ധു അവാർഡ് ലഭിച്ചു. UN അവാർഡ് ജലസുസ്ഥിരതയ്ക്ക് ലഭിച്ചതാണ്. സുസ്ഥിര കാർഷിക അവാർഡ് ജൈവ കാർഷിക മേഖലയിലെ മികച്ച സംഭാവനകൾക്കാണ് ലഭിച്ചത്. കൂടാതെ നിരവധി അവാർഡുകൾ സർവതോഭദ്രത്തെ തേടിയെത്തിയിട്ടുണ്ട്. ജൈവസമ്പന്നമായ നമ്മുടെ ഭൂമിയുടെ ആവാസ വ്യവസ്ഥ ഇവിടെ വീണ്ടും സമൃദ്ധമാകുന്നു. ജീവൽ പ്രപഞ്ചത്തിലെ ഭൗമപ്രകൃതിയുടെ അടിസ്ഥാന ജീവിവർഗങ്ങളായ മണ്ണിര, ഞണ്ട്, ഞവ്നി മുതൽ അന്യം വന്നുപോയ പക്ഷിലതാദികൾ വരെ ഈ ജൈവ സാന്നിധ്യത്തിൽ പരിപോഷിക്കപ്പെടുന്നു. കൂടൊഴിഞ്ഞു പോയ പക്ഷികൾ ഈ പാടശേഖരത്തിൻ്റെ അതിരിടങ്ങളിൽ കൂടുകൂട്ടുമ്പോൾ തിരികെ ആ ജൈവ വൈവിധ്യത്തെ തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന സേവന കൂട്ടായ്മയായ സർവതോഭദ്രത്തിനോട് ഈ ജനത ഏതു വിധത്തിലാണ് നന്ദി പ്രകടിപ്പിക്കേണ്ടത്? സേവനം കേവലം അലങ്കാരമല്ല, ജീവൽ സമർപ്പണമാണെന്ന് കരുതുന്ന സർവതോഭദ്രമെന്ന കൂട്ടായ്മയോടുള്ള നമ്മുടെ നന്ദി വാക്കുകൾക്കും അതീതമാണ്. അതെ, സർവതോഭദ്രം വരും തലമുറയ്ക്ക് വേണ്ടി വിഷം തീണ്ടാത്ത അന്നം കരുതി വയ്ക്കാൻ ഇവിടെ നിലകൊള്ളുമ്പോൾ നമ്മളും സുഹൃതികളാകുന്നു. ജൈവസമൃദ്ധിയുടെ ആവാസ വ്യവസ്ഥ ഇവിടെ വീണ്ടും നമ്മെ സമ്പന്നരാക്കുന്നു. ഋഷഭയാഗത്തിന്റെ കൊമ്പുകൾ പതിഞ്ഞ ഈ ഭൂമി പൊന്നു തന്നെ തിരികെ തന്ന് നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. ജനജീവിത ഫലധാന്യ സമ്പന്ന ഭൂമി ഇത് ശ്യാമസുന്ദര കേരകേദാര ഭൂമി മാനവർക്കു സമത നൽകിയ മവലി തൻ ഭൂമി മധുരമഹിത ലളിത കലകൾ വിരിയും മലർവാടി. കൊയ്ത്തുപാടത്തെ ഉത്സവ കാഴ്ചകളിലൂടെ സമ്പന്നമായ ഓർമ്മകൾ വരും. തലമുറകൾക്കായി കരുതി വയ്ക്കാൻ ഇവിടെ ഒരു ജനത ഉണർന്നിരിക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാം ഈ ഭൂമി ഇവരുടെ കൈകളിൽ ഭദ്രമായിരിക്കുമെന്ന്. സർവതോ ഭദ്രം.